വരുവാൻ കർത്താവ് എപ്പോഴും സന്നദ്ധതയോടുകൂടി കടന്നു വരുവാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് സഭയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങിവരവാണ്. സഭയുടെ പ്രതീക്ഷയുടെ ഉച്ചസ്ഥായി എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് വിലയായി സ്വന്തം പ്രാണനെ രക്ഷകനും കർത്താവായവന്റെ യേശു മഹാരാജന്റെ വരവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട എല്ലാവരോടും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറക്കെ പറയുവാനായിട്ട് കഴിയുന്നത്, എന്റെ ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് എന്റെ യേശു മണവാളന്റെ അടുത്തേക്ക് ചേരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തിക്കും പറയുവാൻ കഴിയുന്നത്, എന്റെ സന്തോഷകരമായിരിക്കുന്ന സമയമെന്ന് പറയുന്നത് എന്റെ അരുമ മണവാളനെ മുഖാമുഖമായി കാണുക എന്നുള്ളതാണ്. ആമേൻ. ബഹുമാന്യനായ ആദരണീയനായ പ്രിയമുള്ള പാസ്റ്റർ എ.ഇ. തങ്കച്ചൻ അവർകൾ ദേശദേശാന്തരം കടന്നു ചെന്ന് ഈ സത്യസുവിശേഷം അനേകരെ അറിയിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ദേവദാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവം നിത്യമായ ഒരു വാസസ്ഥലം, കിരീടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് ചുരുക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി പ്രകാരം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റർ എ.ഇ. തങ്കച്ചൻ വിശ്വസിച്ചതും ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ ഏകദേശം 1971 മുതൽ പ്രഘോഷിച്ചതും ഈ സത്യവേദ പുസ്തകമാണ്. അത് മാത്രമാണ് അത് അദ്ദേഹം നെഞ്ചോട് ചേർത്തുകൊണ്ട് മുൻപോട്ട് പോയി പറയുവാൻ ഇടയായി. നമുക്ക് മുൻപായി കടന്നുപോയ ലക്ഷോപിലക്ഷം കോടാനുകോടി വിശുദ്ധന്മാർ അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഉറക്കെ പറയട്ടെ, പാസ്റ്റർ എ.ഇ. തങ്കച്ചൻ അവர்களுം ഈ ഭൂമിയിലെ വേദനകളെല്ലാം മാറ്റപ്പെട്ടുകൊണ്ട് നിത്യമായ സ്വർഗീയ തീരത്തേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗീയ തീരത്തേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ള പിതാവിനെ അവിടേക്ക് പോയി കാണുവാൻ നമുക്ക് ഇനിയും കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന് ഈ ഭൂമിയിലെ ദൗത്യം അവസാനിച്ചിരിക്കുകയാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പ്രിയമുള്ള ദാസനെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ അത് കഴിഞ്ഞ ഞായറാഴ്ച ദേവദാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം ഈ ദേശത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം കടന്നുപോയ സഭകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. എന്നാൽ അതിലുപരിയായി അദ്ദേഹം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗീയ തീരത്തേക്ക് പ്രിയമുള്ളവൻ ചേർക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഭൗമികമായിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളെയും അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ അരുമ മണവാളനെ മുഖാമുഖമായി ദർശിക്കുവാൻ അദ്ദേഹം കടന്നു പോയിരിക്കുന്നു.